എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ചെയ്യണേക്കാളും മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ബുക്ക് തികച്ചും ബുക്ക് റിവ്യൂ മാത്രമാണ്. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്തിനെ പറ്റി അവരുടെ ജിയോ പൊളിറ്റിക്സിനെയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെയോ ഒന്നിനും ഞാൻ പേഴ്സണലി ഓർ പ്രൊഫഷണലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ഞാൻ ബുക്ക് റിവ്യൂ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിന്ന് ബുക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്ക് ഇതാണ്, മൊസാദ്. ഇതാണ് ആ ബുക്ക്. ഇതിന് 2 ഓതേഴ്സ് ഉണ്ട്. ഒന്ന് മൈക്കിൾ ബാർ ജൊഹാർ, ഒന്ന് നിസീം മിഷാൽ. നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ തന്നെ ബുക്കിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലായിണ്ടാവില്ലേ? അതെ. അപ്പോൾ എന്താണ് മൊസാദ്? മൊസാദ് ഒരു സീക്രട്ട് സർവീസ് ഏജൻസിയാണ്. നമുക്ക് ഇന്ത്യയിൽ റോ ഉള്ള പോലെ അമേരിക്കയിൽ CIA ഉള്ള പോലെ അതുപോലത്തെ ഒരു സീക്രട്ട് സർവീസ് ഏജൻസിയാണ് മൊസാദ്. അപ്പോൾ ഇവർ നടന്ന ഒരു ഓൾമോസ്റ്റ് 22 കോവേർട്ട് ഓപ്പറേഷൻസ്, എസ്പൊണാജ് സർവീസസ്, പിന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു 22 ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് മൊസാദ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് എല്ലാത്തിനും പോലെ ഈ ബുക്ക് എങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്നുള്ള ഷോർട്ട് സ്റ്റോറി ഞാൻ കൂടി പറയാം. അപ്പം നമുക്ക് കുറേ ഗ്യാങ്ങുകൾ കാണുമല്ലേ? കോളേജിലെ ബഡീസ്, PGക്ക് പോയപ്പോൾ ഉണ്ടായ ഗ്യാങ്, സ്കൂളിലെ ഗ്യാങ്, വർക്ക് പ്ലേസിലെ ഗ്യാങ്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഗ്യാങ്ങാണ് നാട്ടിലെ ഗ്യാങ്. അപ്പോൾ ഈ നാട്ടിലെ ഗ്യാങ്ങിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഉള്ളവരെല്ലാവരും വേറെ വേറെ ജോലിയും വേറെ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ എന്നാൽ കൂടി നാട്ടിലെ ഗ്യാങ് ആണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ നാട്ടിൽ ഒത്തുചേരുമ്പോൾ എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ട്, അവരുടേതായ ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ ഐഡിയയിലും ഒരാൾ എക്സ്പെർട്ടീസ് ആയിരിക്കും. അപ്പം നമുക്ക് അവർ കേട്ടിരുന്ന് കേൾക്കാം. അപ്പോൾ അതുപോലെ ഒരാളുണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ. ഇപ്പോൾ ഉദാഹരണം പറയാം കേട്ടോ. അപ്പോൾ ഒരാളുണ്ട്, അപ്പോൾ ആളാണ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടൻ എന്ന് പറയുന്ന പോലെ ഒരാൾ. അപ്പോൾ ആളുടെ ഇൻട്രസ്റ്റ് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേതാണ് ഫുട്ബോൾ. അപ്പോൾ ഫുട്ബോളിലെ ആളൊരു വലിയൊരു ലിവർപൂൾ ഫാനാണ്. അപ്പോൾ ഞാനും ഫുട്ബോൾ കാണുന്ന ഒരാളാണ്. ഞാൻ റയൽ മാഡ്രിഡിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് ഫാൻ കാണിലും മാച്ച് കാണും. നമ്മൾ പ്ലെയേഴ്സിൻ്റെ ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ടോ, ഫോം ആണോ, ഫോം ഔട്ടാണോ, ആരൊക്കെ വിൽക്കണം, കളി ജയിച്ചോ, അടുത്ത കളി ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യായിരിക്കും. പക്ഷേ ഇതിലുപരി അവർ 4-3-3 കളിച്ച് നന്നായിരിക്കും, 2-4-2 കളിച്ച് ഈ പ്ലെയറിനെ AMF ഇട്ട് കളിപ്പിക്കണമായിരുന്നു, ഈ കോച്ചിനെ മാറ്റി ഈ കോച്ചിനെ വരണം, അതിനെ കൊടുക്കേണ്ടത് ശരിയായില്ല, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആളുടെ തന്നെ വേറെ ഇൻട്രസ്റ്റ് ആണ് കേരള പൊളിറ്റിക്സ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ആളും ഫോളോ അപ്പ് ചെയ്യും. എന്തുകൊണ്ട് ആ പാർട്ടി അന്ന് അത് ചെയ്തു, ഈ പാർട്ടി ഇതുകൊണ്ട് ചെയ്തില്ല, എന്തായിരുന്നു ഇത് ചെയ്യണതിൻ്റെ റീസൺ എന്തായിരുന്നു, ഇതൊക്കെ കംപ്ലീറ്റ്ലി ആൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരാൾ കൂടിയുണ്ട്. അപ്പോൾ അവനാണ് എനിക്ക് ഈ ബുക്ക് തന്നത്. അപ്പോൾ ആളുടെ ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ജിയോ പൊളിറ്റിക്സ്, ഇൻ്റർനാഷണൽ റിലേഷൻസും, പിന്നെ അധികം ബാക്കിക്ക് പോവാത്ത ഹിസ്റ്ററി, അതായത് ഒരു 20th സെഞ്ച്വറി തൊട്ടുള്ള ഹിസ്റ്ററി, ഇതൊക്കെയാണ് ആളുടെ ഇൻട്രസ്റ്റുകൾ. അപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് 2 ബുക്ക് കിട്ടിയത്. ഒന്ന് റോ ബേസ് ചെയ്തിട്ടൊരു ബുക്കാണ് എസ്പൊണാജിൻ്റെ, അതിൻ്റെ ഓത്തർ എന്ന് പറയുന്നത് വിക്രം സൂദാണ്. രണ്ടാമത്തെ ബുക്കാണ് മൊസാദ്. ഇതും അത് പറഞ്ഞാൽ റോ എസ്പൊണാജ് ബുക്കിൽ വിക്രം സൂദിൻ്റെ. അപ്പോൾ ആ ബുക്ക് വായിച്ചത് ഞാൻ കുറച്ച് നാൾ മുമ്പ് വായിച്ചതെന്നാണ്. അപ്പോൾ ഞാൻ ദുരന്തർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറേ സമയത്ത് ഈ വിക്രം സൂദ് എഴുതിയ ഈ റോ എന്ന് പറഞ്ഞ ബുക്കിനെ എനിക്ക് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് പ്രെഡിക്റ്റ് ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഓക്കെ, ദുരന്തർ ഒരു ഫിക്ഷണൽ മൂവിയാണ്, ശരിയായിരിക്കാം. പക്ഷേ ഈ മേ ബി ഞാൻ വായിച്ച ആ വിക്രം സൂദിൻ്റെ ബുക്ക് ആക്ച്വലി ഇതായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ആദിത്യധർ എന്നൊരു ഡയറക്ടർ ഇതിൽ നിന്നും റെഫറൻസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ മൊസാദിൻ്റെ ഈ എസ്പൊണാജ് സ്റ്റോറീസിലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ, ഇപ്പോൾ YRF സിനിമയിലുള്ള പത്താൻ അല്ലെങ്കിൽ ഏക് ദ ടൈഗർ അതുപോലത്തെ സിനിമകളിൽ ഇവർ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ നാളെ രാവിലെ തന്നെ അവരെ വേറൊരു രാജ്യത്ത് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് ആക്ച്വലി അങ്ങനെ നല്ല വർക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ബുക്കിൽ ഇസ്രായേൽ അവർക്കൊരു ഓപ്പറേഷൻ നടത്തേണ്ടത് അർജൻറ്റീനയിലാണെങ്കിൽ അവർ ഇവിടുന്ന് ബെൽജിയത്തിൽ പോയി, ഈ ബെൽജിയത്തിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോയി, ആ രാജ്യത്ത് നിന്ന് ചിലിയിലോ കൊളംബിയയിലേക്കോ അങ്ങനെ പോയി, ആ രാജ്യത്തു നിന്നാണ് ഇവർ അർജൻറ്റീനയിലേക്ക് പോവുക. അതുപോലെ തന്നെ ഇവർക്ക് അവിടെ വേറെ ഫോഴ്സ്ഡ് പാസ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ തന്നെ ഈ കോവേർട്ട് ഓപ്പറേഷൻസിനായിട്ട് 20-30 വർഷമായിട്ട് ആ രാജ്യത്ത് തന്നെ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരും ഓരോ സമയത്തും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ സാധാ മനുഷ്യരെ പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ ബുക്ക് വായിച്ചാൽ എനിക്ക് മെയിൻലി 4 ഇൻസിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. അത് ഞാൻ 4 എണ്ണം ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. ഒന്നാമത്തെയാണ് നികിത ക്രൂഷഫ് ഫയൽസ്. സ്റ്റാലിനും നികിത ക്രൂഷവും റഷ്യൻ റവല്യൂഷൻ സമയത്ത് ഇച്ചിരി അടിച്ച് വേർതിരിഞ്ഞ സമയത്ത് നികിത ക്രൂഷവിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി തിരിച്ച് കമ്മ്യൂണിസത്തിലേക്ക് നിന്ന് തിരിച്ചു വരാൻ, സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് കാരണം തന്നെ ആ സ്പീച്ച്, ആ ഫയൽസ് പുറത്തു വിട്ടതാണ്. അത് ഇസ്രായേൽ സർവീസസ് ആണ് അമേരിക്കനെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഈ ബുക്ക് പറയുന്നത്. രണ്ടാമതുള്ളത് അഡോൾഫ് എയ്ക്മാൻ്റെ ക്യാപ്ചറിങ് ആണ്. ഹോളോകോസ്റ്റിൽ നിന്ന് ജൂതന്മാരെ
ഹോളോകോസ്റ്റിൽ ഇത്രയധികം പീഡിപ്പിച്ച് അവരെ ഇത്രയും പേരുടെ ഡെത്ത്, എത്രയോ ലക്ഷം പേരുടെ ഡെത്തിന് കാരണമായ ആൾ അവിടെ നിന്ന് തിരിച്ച് ഇത് വേൾഡ് വാർ കഴിഞ്ഞ് രക്ഷപ്പെട്ട് ആൾ അർജന്റീനയിൽ പോയി നോർമൽ വേറൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കായിരുന്നു. അപ്പോൾ ആൾ ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞ് ഇസ്രായേലി സർവീസസ് അവിടെ അർജന്റീനയിൽ പോയി അഡോൾഫ് എയ്ക്മാനെ ക്യാപ്ചർ ചെയ്ത് ആളെ ഹാങ് ചെയ്തു. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒക്കെ ഓരോ റെസ്ക്യൂ ഓപ്പറേഷൻസും അല്ലെങ്കിൽ റിവെഞ്ച് ഓപ്പറേഷൻസും മാത്രമാണ് സീക്രട്ട് സർവീസസ് ചെയ്യാന്ന്. അല്ല, അങ്ങനത്തെ ഒരു സ്റ്റോറിയും കൂടെ അല്ല. ചില സമയത്തൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ സൽപ്പേര് കാക്കാൻ തന്നെ ഇവർ ഓരോ ആക്ഷൻസ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് സിവിൽ വാർ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ ഒരു സ്റ്റോറി നടന്നിട്ടുണ്ട്. ആ നാട്ടിലൊരു കുട്ടി മിസ്സിങ് ആവാണ്. ആ മിസ്സിങ് ആവണത് എങ്ങനെയാണ്? ഒരു ഫാമിലിയിൽ നിന്നാണ്. ആ ഫാമിലിയിലെ അച്ഛനും അമ്മയും ഓർത്തഡോക്സ് ജൂയിഷ് പീപ്പിൾ ആയിരുന്നു. പിന്നെ അവർക്കൊരു മോനും മോളും ഉണ്ട്. ഇവർക്കൊരു കുട്ടിയുണ്ട്. അമ്മയും ഹസ്ബൻഡും നോർമൽ ജൂസ്. ഇവരുടെ മോനെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻസ് ഇവനെ നാട് കടത്തി. അതായത് ഇവനെ അൾട്രാ ജൂയിഷ് ആക്കി. അങ്ങനെ ഒരു എക്സ്ട്രീമിസ്റ്റ് കമ്മ്യൂണിറ്റി, വേറെ സെക്റ്റായി. അപ്പോൾ ലിബറൽ ജൂയിഷ് പീപ്പിളും ഈ അൾട്രാ എക്സ്ട്രീമിസ്റ്റ് ജൂയിഷ് സെക്റ്റുകളും തമ്മിൽ വലിയൊരു സിവിൽ വാർ വരാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ രാജ്യത്തിന് സിവിൽ വാർ രക്ഷിക്കണമെങ്കിൽ ഈ കുട്ടീനെ കണ്ടെത്തണം എന്നുള്ളൊരു ഇതിലായി. അപ്പോൾ അതിന് വരെ മൊസാദ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സ്റ്റോറീസ്. പിന്നെ ഒരു സ്റ്റോറിയും കൂടിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നാലാമത്തെ സ്റ്റോറിയാണ്, നിങ്ങളെ പേര് കേട്ടിട്ടുണ്ടാവും, എലി കോഹൻ. ആളാണ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സ്പൈ എന്ന് പറയുന്നത്. അത് ഏറ്റവും അടിപൊളി സ്പൈ ആയിരുന്നു മനുഷ്യൻ. അപ്പോൾ ദുരന്തർ എന്നൊക്കെ നമ്മൾ കണ്ടിരുന്ന ആൾ ചിലപ്പോൾ ദുരന്തർ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ബൈ ദ വേ. ബട്ട് ദുരന്തറിൻ്റെ അച്ഛനായിട്ട് വരും എലി കോഹൻ എന്നാണ് പറയുക. ആള് ഇവിടുന്ന് സ്പൈ ആയി വേറൊരു രാജ്യത്തിൻ്റെ എലീറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് അവിടെ വലിയ റിച്ച് മാനായി താമസിച്ച് എല്ലാ ഡീറ്റെയിൽസും ഇസ്രായേലിന് പകർത്തി കൊടുത്ത ആളായിരുന്നു എലി കോഹൻ. ആൾ ഇസ്രായേലി ഏജൻ്റ് ആയിരുന്നു. പക്ഷേ ആളെ ഇൻ ദ എൻഡ് ആളുടെ കുറേ കാര്യങ്ങൾ ചെയ്ത് അവസാനം റഡാറ് വഴി ആളെ അറസ്റ്റ് ചെയ്ത് ആളെ ഹാങ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആൾ ചെയ്ത ഡീറ്റെയിൽസ്, ആൾ റിട്രീവ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം യൂസ്ഫുൾ ഇസ്രായേലിന് യൂസ്ഫുള്ളായി. കുറേ സ്റ്റെപ്സ്, ഇസ്രായേലിനെതിരെ വരുന്ന ആക്രമണങ്ങളെല്ലാം കുറേ മുൻകൂട്ടി ആൾ ഡിറ്റക്ട് ചെയ്ത് ആളെ ഫയൽസ് ഇസ്രായേലിന് അയച്ചു കൊടുത്ത് ഇവരെല്ലാവരും സേഫ്റ്റി മെഷേഴ്സ് എടുത്തിരുന്നു. അവസാനമാണ് ആൾ പിടിക്കപ്പെട്ട് അവസാനം ആ രാജ്യം ഹാങ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ എലി കോഹൻ്റെ സ്റ്റോറി വായിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഹൈ തരായിരുന്നു. പക്ഷേ ഈ ബുക്കിലുണ്ടല്ലോ, നമുക്കിങ്ങനെ വായിക്കുമ്പോൾ ഹൈ അല്ല തരുന്നത്, നമുക്ക് സർപ്രൈസസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മനുഷ്യൻ ഇത്രയും നാളും ഡ്രസ്സപ്പ് നടന്നത് വേറൊരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു കാര്യം കേൾക്കുകയാണ്, ഇത് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഇന്നയാളായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഹൈന് പകരം നമുക്ക് നല്ല നല്ല സർപ്രൈസസ് ആണ് ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത്. ലേറ്റ്ലി ഞാനൊരു പോഡ്കാസ്റ്റ് കണ്ടു. നമ്മുടെ മേജർ രവി എന്ന് പറഞ്ഞ ആളൊരു പോഡ്കാസ്റ്റിൽ വന്നു. അപ്പോൾ അതിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂവർ ചോദിച്ചിരുന്നു, എത്ര നാൾക്ക് ശേഷമാണ് നമ്മുടെ സ്പൈ ടീമിന്, അതായത് റോയിൻ്റെ എത്ര നാൾക്ക് ശേഷമാണ് ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ഓപ്പറേഷൻസ് പുറത്തുവിടാമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞത് ഇന്ത്യയുടെ ഇതിൽ ലോസിൽ സ്പൈ ഓപ്പറേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് 25 വർഷം കഴിഞ്ഞിട്ടാണ് അവർ പുറത്തുവിടാന്നുള്ളതാണ്. അപ്പോൾ ഈ സെയിം സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇസ്രായേലി സർവീസസ് അവർ 50 വർഷം കഴിഞ്ഞിട്ടാണ് പുറത്തുവിടാം. അപ്പോൾ ഈ സെയിം സംഭവം ഈ കാര്യം ഞാൻ എൻ്റെ ഈ ജിയോ പൊളിറ്റിക്സ് ഇൻട്രസ്റ്റ് ഉള്ള എൻ്റെ ഈ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് ഇത് 50 വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ സർവീസ് പുറത്തുവിടുക, എങ്കിലും ഇതിൽ എത്രത്തോളം നമുക്ക് ശരിയാണ്, എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതങ്ങനെയാണെങ്കിൽ കൂടി ഈ ബുക്ക് എന്ന രീതിയിൽ ഇത് വായിക്കാൻ അടിപൊളിയാണ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത് ജെയ്ക്കോ പബ്ലിക്കേഷൻസ് ആണ്. ഇതിൻ്റെ വില വരുന്നത് 400 രൂപയാണ്. ഈ ബുക്ക് മേടിക്കേണ്ട ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ ബുക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് വായിക്കാൻ പറ്റും. ഇതിൽ ഹൈയിലുപരി കുറേ സർപ്രൈസസ് ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബുക്കിൽ എന്നെ ടച്ച് ചെയ്ത ഒരു വാക്കുണ്ട്. അത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന മുമ്പൊരു പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഒരു വാക്കാണ്, ഗോൾഡ മെയർ. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ലവ് യു ചിൽഡ്രൻ മോർ ദാൻ യു ഹേറ്റ് യുവർ എനിമി. ഞാൻ ഒന്നുകൂടി പറയാം, ലവ് യുവർ ചിൽഡ്രൻ മോർ ദാൻ ഹേറ്റ് യുവർ എനിമി. ആക്ച്വലി ഈ ഒരു സെൻറ്റൻസ് ഭയങ്കര പവർഫുള്ളാണ്. ഇങ്ങനെ നമുക്കത് മനസ്സിലാവുകയാണെങ്കിൽ ഓൾറെഡി ഈ ലോകത്ത് നടക്കുന്ന കുറേ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരിക്കും. അടുത്തൊരു ബുക്ക് റിവ്യൂമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.